ചൂടിൽ ഉരുകുകയാണ് കേരളം. 38 ഡിഗ്രി സെൽഷ്യസ് ആണ് കേരളത്തിലെ അന്തരീക്ഷ താപനിലയെങ്കിലും അനുഭവപ്പെടുന്ന ചൂട് 50 ഡിഗ്രി സെൽഷ്യസിലേറെയാണ്. കാലാവസ്ഥ വിദഗ്ധരുടെ നിഗമനമനുസരിച്ച് ഒരാഴ്ച കൂടി ഈ കൊടുംചൂട് കേരളത്തിൽ അനുഭവപ്പെടും. കേരളം ഉൾപ്പെടെ ദക്ഷിണേന്ത്യയുടെ നെറുകയിലാണ് സൂര്യൻ എന്നതിനാൽ അൾട്രാവയലറ്റ് രശ്മികൾ കൂടുതലാണ്. മഴമേഘങ്ങളുടെ സാന്നിധ്യമില്ലാത്തതും ചൂട് കൂടാൻ കാരണമായിട്ടുണ്ട്. അൾട്രാവയലറ്റ് രശ്മികൾ തുടർച്ചയായി ശരീരത്തിലേൽക്കുന്നത് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതിനാൽ ഈ ചൂടുകാലത്ത് ചില മുൻകരുതലുകൾ നമ്മൾ സ്വീകരിക്കണം. പകൽ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയം വളരെ കരുതൽ വേണ്ടതാണ്. ഈ സമയത്താണ് കൂടുതൽ അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത്. അതിനാൽ തന്നെ കൂടുതൽ സമയം സൂര്യവെളിച്ചം ശരീരത്തിലേൽക്കുന്നത് ഒഴിവാക്കണം. പുറംജോലികളിൽ ഏർപ്പെടുന്നവർ, കടലിലും ഉൾനാടൻ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ, ജലഗതാഗതത്തിൽ ഏർപ്പെടുന്നവർ, ബൈക്ക് യാത്രികർ, വിനോദസഞ്ചാരികൾ, ചർമ്മരോഗമുള്ളവർ, ആൽബിനിസം അവസ്ഥയുള്ളവർ, നേത്രരോഗമുള്ളവർ, ക്യാൻസർ രോഗികൾ, മറ്റ് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർ എന്നിവർ ചൂടിനെതിരെ കൂടുതൽ ജാഗ്രത പുലർത്തണം. പകൽ സമയത്ത് പുറത്തേക്ക് പോകുമ്പോൾ തൊപ്പി, കുട, സൺഗ്ലാസ് എന്നിവ കരുതിയിരിക്കുക. ചൂട് ക്രമാതീതമായി കൂടുന്ന സാഹചര്യത്തിൽ വളർത്തുമൃഗങ്ങൾക്കും പക്ഷികൾക്കും പ്രത്യേക പരിചരണവും കരുതലും നൽകാൻ ശ്രദ്ധിക്കണം. ദാഹമില്ലെങ്കിലും പരമാവധി ശുദ്ധജലം കുടിക്കാൻ ശ്രദ്ധിക്കുക. മദ്യം, കാപ്പി, ചായ, കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ എന്നിവ നിർജ്ജലീകരണം ഉണ്ടാക്കുന്നവയായതിനാൽ പകൽ സമയത്ത് അവ പരമാവധി ഒഴിവാക്കുക. പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക. അതുപോലെ തന്നെ ചൂടിനൊപ്പം പ്രചരിക്കുന്ന വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ മുൻകരുതലുകൾ സ്വീകരിക്കണം. ഔദ്യോഗിക മുന്നറിയിപ്പ് എന്ന രീതിയിൽ നിരവധി വ്യാജ പ്രചാരണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഏപ്രിൽ 29 മുതൽ മെയ് 12 വരെ താപനില 45 ഡിഗ്രി മുതൽ 55 ഡിഗ്രി വരെ ഉയരും. ചൂട് കാരണം മൊബൈൽ ഫോണുകൾ പൊട്ടിത്തെറിക്കും. ചൂട് കൂടുന്നതിനാൽ കാറുകളിൽ ഇന്ധന ടാങ്കുകൾ മുഴുവനായി നിറയ്ക്കരുത് എന്നിങ്ങനെയുള്ള വ്യാജ പ്രചാരണങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി നടക്കുന്നത്. സിവിൽ ഡിഫൻസ് വകുപ്പ് എന്ന പേരിലാണ് കേരളത്തിൽ ഇങ്ങനെയുള്ള വ്യാജ സന്ദേശങ്ങൾ പ്രചരിക്കുന്നത്. കേരളത്തിൽ ഇങ്ങനെയൊരു വകുപ്പ് തന്നെ ഇല്ല എന്നതാണ് മറ്റൊരു വസ്തുത. ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ ദുരന്ത നിവാരണ നിയമം 2005 സെക്ഷൻ 54 അനുസരിച്ച് ശിക്ഷാർഹമാണ് എന്നും ഓർത്തിരിക്കുക. ഔദ്യോഗിക അറിയിപ്പുകൾക്കും മുന്നറിയിപ്പുകൾക്കും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഔദ്യോഗിക പേജുകൾ, വെബ്സൈറ്റ് എന്നിവയെ മാത്രം ആശ്രയിക്കുക.